പാനിപൂരി ഉണ്ട്. എന്നെ ചെയ്യ കനകനിലാവിൽ ചാലിച്ചെഴുതി നിൻ ചിത്രം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഞങ്ങളെ ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ ഫൈനൽ വ്ലോഗാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന തിരക്കിലാണ് എല്ലാവരും. ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ലൈറ്റാക്കി കുറച്ച് പാസ്തയും ബ്രെഡും ഒക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങളെ യാത്ര തുടങ്ങാൻ. ഇന്നും ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ പോകുന്നതിന് മുമ്പ് സജീഷ് ചേട്ടനും നികിനയ്ക്കും അവരുടെ ഒരു സ്കിറ്റ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈം ഞാനും ചഞ്ചും കൂടെ കുട്ടികളെ കൊണ്ട് പാർക്കിലേക്ക് വന്നു. എന്നിട്ട് ഞങ്ങളും അവിടെ ഇരുന്ന് കുറച്ച് നേരം അതൊക്കെ എൻജോയ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരം കുട്ടികൾ പാർക്കിലൊക്കെ കളിച്ചു. അത് കഴിഞ്ഞ് അവരെ ഷൂട്ടെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. ഇനി ഞങ്ങൾക്ക് പുറത്തു പോകണം. അപ്പൊ ഗായ്സ്, ഇതാ ഞങ്ങളെ രണ്ടാമത്തെ ദിവസമാണ് ബാംഗ്ലൂർ. ഞങ്ങൾ ഇതാ പുറത്തു പോകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ. അപ്പൊ എല്ലാവരും കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് സമയത്ത് 2 മണിയായി. ഇന്നിപ്പോ കുറച്ച് ലേറ്റ് ആയി ഞങ്ങൾ പുറത്തു പോകാൻ വേണ്ടിയിട്ട്. ഇതാ മാളൂട്ടി, ഗുഗു, കനി ഒക്കെ ഇവിടെ പരിപാടിയിലാണ്. ചിത്രം വരച്ചും കൊണ്ട് നിൽക്കാണ് കേട്ടോ. എന്താ ഞങ്ങളെല്ലാരും ബ്ലാക്ക് ആണ് കേട്ടോ. ഞാൻ സജീഷ്, അതെ ബ്ലാക്ക് ബോയ്, മാളൂട്ടി, ഇതാ ഷാനു ബ്ലാക്കാണ്. നമ്മളിന്ന് എങ്ങോട്ട് പോണ ഷാനു? രണ്ടാമത്തെ ദിവസം ബണ്ണാർക്കെട്ട്. അതെ ബണ്ണാർക്കെട്ട്. അതെ നമ്മള് ഡൽഹി പോയി വന്നിട്ടില്ലേ ഇവിടെ ബാംഗ്ലൂർ. അതെ അപ്പൊ ഞങ്ങൾ ഇന്നിപ്പോ അങ്ങോട്ട് പോവാണ്. ഓക്കെ, ഞങ്ങളിതാ പുറത്തിറങ്ങി. ഫസ്റ്റ് എങ്ങോട്ട് അടുത്തിട്ട് നമ്മള് പോണേ? നമ്മളിപ്പോ പോകുന്നത് വില്ലേജ് റെസ്റ്റോറന്റ്. അവിടെ ഒരു നല്ലൊരു ഫുഡ് ഔട്ട്ലെറ്റ് ആണ്. അത് കാന കൊടുക്കട്ടെ. കാന കാന ചായ ചായ യാസിൻ ചായ. അപ്പൊ ഞങ്ങൾ അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തായിട്ട് എങ്ങോട്ടാ പോണേ? ബണ്ണാർക്കെട്ടില്ലേ? നമ്മള് നാഷണൽ പാർക്കിൽ പോയി ഒരു സഫാരി. അതെ സഫാരി. ഞങ്ങള് മൃഗങ്ങളൊന്ന് കാണട്ടെ. സജീഷ് നിനക്ക് എന്ത് മൃഗത്തിനെ കാണാനാണ് താല്പര്യം? രാവിലെ ഇറങ്ങിയ സിംഹത്തിനെ കാണുമെന്നാ പറഞ്ഞത്. ഉച്ചക്ക് 2:30 ഇറങ്ങുന്നത്. മൃഗത്തിനോടെ കാണുമെന്നൊന്നും അറിയില്ല. എല്ലാം ഉണ്ടാവും, അടിപൊളിയായിരിക്കും. മനുഷ്യമൃഗങ്ങളെ മറ്റു മൃഗങ്ങളെ കാണാൻ പോകുന്നു അല്ലേ? അതെ ഫസ്റ്റ് ഞങ്ങള് കാണാതിരിക്കട്ടെ. അപ്പൊ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഉച്ചക്കത്തെ ഫുഡും കൂടെ കഴിച്ചിട്ട് നമ്മളെ ജേണി തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റാർട്ടേഴ്സൊക്കെ പറഞ്ഞു കുട്ടികൾക്ക് വിശക്കുന്നതുകൊണ്ട്. പിന്നെ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും എല്ലാവരും വിശന്നിരിക്കണോണ്ട് കുറച്ച് സ്റ്റാർട്ടേഴ്സൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിച്ചു. അപ്പോഴേക്കും ബിരിയാണി വന്നു. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ബിരിയാണി എല്ലാം കഴിച്ച് അവിടുന്ന് ഇറങ്ങി. അതെ ലാസ്റ്റ് വണ്ടിയായിട്ട് ഞങ്ങൾ. അതെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വന്നിട്ടുള്ളത് ബണ്ണാർക്കട്ട നാഷണൽ പാർക്കിലാണ്, ബാംഗ്ലൂരുള്ള. ഇവിടെ ജംഗിൾ സഫാരിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞേ. ശരി, അതെന്ത് എക്സൈറ്റ്മെന്റാ ചഞ്ചു? ഞാൻ ഒരു തവണ പോയതാണ്, എന്നാലും ഞാൻ എക്സൈറ്റഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് പോവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴേക്കും വൈകുന്നേരം ഒരു 4 മണി 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഫാരി ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് വേഗം പോയി കയറി. അതിൽ ഞങ്ങൾ സീറ്റൊക്കെ കിട്ടിയത് വെച്ചിരുന്നപ്പോഴേക്കും നികിയും സജീഷ് ചേട്ടനൊക്കെ ഏറ്റവും ഫ്രണ്ടിലായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ആ ഒരു സഫാരി ജേർണി സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി ഈ ജംഗിളൊക്കെ കവേർഡാണ്, പക്ഷേ നമുക്കത് കാണാൻ പറ്റില്ല. അത്രത്തോളം ലോങ് ഡിസ്റ്റൻസിലാണ് അതവർ കവേർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ഒരു സെക്ഷനിൽ ടൈഗർ, ഒരു സെക്ഷനിൽ
ലയൺ അങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷേ നമ്മളതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കാട്ടിലൂടെ ശരിക്കും പോകുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ ആ ഒരു ജേണി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുമ്പോൾ കുറേ ഇങ്ങനെ ജംഗിൾ കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ കാട്ടിൽ പോകുമ്പോൾ കാണുന്ന പോലെ തന്നെ എപ്പോഴും റോഡ് സൈഡിൽ മാനൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ ഞങ്ങൾ ഫസ്റ്റ് കണ്ടത് മാനിനെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ആനക്കുട്ടീനെ കണ്ടു. പെട്ടെന്ന് ഞങ്ങളത് കാട്ടിൽ നിന്ന് വന്നേന്ന് കരുതി, പക്ഷെ അതിനവിടെ കെട്ടിയിട്ടിരിക്കുന്നതായിരുന്നു. അതവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു നോക്കാനൊക്കെ. അത് കാട്ടിലുള്ള ആനയല്ല, അത് വളർത്തുന്ന ആനയാണ്. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ ഇപ്പുറ സൈഡിൽ ഒരുപാട് ആനകൾ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടിയാന ഉണ്ടായിരുന്നു ഒരുപാട്. സാധാരണ അങ്ങനെ കുട്ടിയാനേനെ എപ്പോഴും കാണാൻ കിട്ടാറില്ല, പക്ഷെ ഇപ്രാവശ്യം കുട്ടിയാന ഉണ്ടായിരുന്നു ഒരുപാട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ ഇങ്ങനെ പോയ സമയത്ത് ഞങ്ങൾ ബെയറിനെ കണ്ടു. അപ്പോൾ മാളൂട്ടി മാഷാൻ ദ ബെയറിൻ്റെ ഭയങ്കര ഫാൻ ആയതുകൊണ്ട് ബെയറിനെ കാണാൻ അവൾ കുറച്ച് കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ദൂരെയുള്ള ബെയറിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടീൻ്റെ തൊട്ടടുത്ത് റോഡ് സൈഡിൽ തന്നെ ഒരാൾ ഉറങ്ങുന്ന കണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ജനലിൻ്റെ ഉള്ളിൽ കൂടെ താഴേക്ക് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് ഭയങ്കര അടുത്തായിട്ട് കാണാൻ പറ്റിയിട്ടോ. ആൾ നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ വണ്ടി വന്നതും ഒന്നും അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞിട്ടും മിണ്ടാതെ കിടക്കുകയാണോന്നും അറിയുന്നില്ല. അപ്പം ഞങ്ങളങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴേക്കും അടുത്ത ആളെ കണ്ടു. നമ്മളെ കാട്ടിലെ രാജാവായ സിംഹം നമ്മളെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടോ. നമുക്ക് സാധാരണ ജംഗിളിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ജംഗിളൊക്കെ കവർ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കാണാറുണ്ട് മൃഗങ്ങളെ. പക്ഷേ ഇത്രയും അടുത്ത് നമുക്ക് കിട്ടില്ല. നമ്മൾ വണ്ടീൻ്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് ടെൻഷനായിരിക്കും, നമുക്ക് പെട്ടെന്ന് എടുത്ത് പോകണം അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു ബണ്ണാർക്കട്ട പാർക്കിൽ ഞങ്ങൾ പോയപ്പോൾ നമുക്കത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. കാരണം നമ്മൾ സേഫാണ്, പക്ഷേ നമുക്ക് തൊട്ടടുത്ത് മൃഗങ്ങളെ കാണുകയും ചെയ്യാം. അങ്ങനെ നമുക്കത് കാണാൻ പറ്റി. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതും ലയൺ നമ്മളെ വണ്ടീൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു വരുമ്പോൾ അത് ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ. അതങ്ങനെ കാണുമ്പോൾ എത്രയൊക്കെ നമ്മൾ സേഫ് ആണെന്ന് അവർ പറയുവാണെങ്കിലും തൊട്ടടുത്ത് സിംഹത്തിനെയും പുലീനെയും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാകും. അങ്ങനെ ഓരോ മൃഗത്തിനെയും കണ്ട് കുറച്ച് ട്രാവൽ ചെയ്തതിന് ശേഷമാണ് അടുത്ത മൃഗത്തിനെ കാണുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ട്രാവൽ ചെയ്യുന്നത് ചുമ്മാ എടുക്കാതെ ആ മൃഗങ്ങളെ കാണുന്നത് മാത്രം വീഡിയോയിൽ എടുത്തിട്ടതാണ്. അങ്ങനെ ഞങ്ങൾ സിംഹത്തിനെ കണ്ട് പോയപ്പോഴേക്കും പിന്നെ ടൈഗറിനെയാണ് കണ്ടത്. എല്ലാം നല്ല ഉണർന്നിരിക്കുന്ന ടൈം ആയതുകൊണ്ട് അത് ഓടുന്നേ നടക്കുന്നേ ഒക്കെ കാണാൻ പറ്റി. പക്ഷെ ബെയർ മാത്രം ഉറങ്ങുന്ന ആയതുകൊണ്ട് നമുക്കത് വരുന്നതൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വണ്ടീൻ്റെ അടുത്തൊക്കെ വന്ന് നിൽക്കുന്നത്. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് ബെയർ നല്ല ഉറക്കത്തിലായതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. പക്ഷെ ടൈഗറും ലയണും ഒക്കെ നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴേക്കും വൈറ്റ് ടൈഗറിനെ കണ്ടു. ഇവിടെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും അത് സൂവിലുള്ള പോലെ മൃഗങ്ങളെ വളർത്താനല്ല, ഇത് ശരിക്കും ജംഗിളിലുള്ള മൃഗങ്ങൾ തന്നെയാണ് നമ്മൾ പോയി കാണുന്നത്. പിന്നെ ആളുകൾ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു സ്പേസിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു ജംഗിളിൻ്റെ പുറത്തേക്ക് അവർ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ജംഗിളിലുള്ള മൃഗങ്ങളെയൊക്കെ അത്യാവശ്യം കണ്ടു കഴിഞ്ഞ് തിരിച്ചിങ്ങനെ വരുമ്പോഴും കുറച്ച് ജംഗിൾ കവർ ചെയ്തിട്ടാണ് പിന്നെ നമ്മളെ സ്പോട്ടിലേക്ക് എത്തുന്നത് കേട്ടോ. മാളു എങ്ങനെയുണ്ട്? ഇറങ്ങി നല്ല ക്ലോസ് ആയിട്ട് വന്ന് അടിപൊളി. നമ്മൾ ഓടി വന്നത് വെറുതെ ആയില്ല. ഇറങ്ങിയതാണ് അത്. നമ്മള് വണ്ടീന്റെ ഉള്ളിലാണ് നമ്മള് ഓടിക്കെറിച്ച് വന്നത് വെറുതെ ആയില്ല. എല്ലാത്തിനും കണ്ട് ഒന്നിനും കാണാൻ ബാക്കിയില്ല, ഒരു രക്ഷയില്ല. അതെ, കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്ത്. അപ്പൊ എന്തായാലും ബാംഗ്ലൂർ വരുമ്പോ ഇവിടെ വിസിറ്റ് ചെയ്തില്ലെങ്കിൽ അത് നഷ്ടമാണ്. അത് സൂ കണ്ടാ പോരാ, സൂ നമുക്ക് എവിടെ പോയാലും കാണാം. പക്ഷെ ഈ ഒരു ജംഗിൾ സഫാരി നമ്മൾ ബാംഗ്ലൂർ വരുമ്പോ ട്രൈ ചെയ്യണം. വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മള് ജംഗിളിൽ പോയിട്ട് എല്ലാരെയും വീട്ടിൽ പോയി വന്ന പോലെ ജംഗിൾ ബുക്കിൽ പോയിട്ട് തിരിച്ചൊരു അല്ല അതുപോലെ എല്ലാത്തിനെയും കണ്ട് കിളി പോയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ജംഗിൾ സഫാരി എല്ലാം കഴിഞ്ഞ് പിന്നെ സൂ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ സൂവിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോഴേക്കും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ജംഗിൾ സഫാരിക്ക് പോകണമെന്നായിരുന്നു പിന്നെ ഞങ്ങൾ ആഗ്രഹിച്ച് വന്നത്. അങ്ങനെ ജംഗിൾ സഫാരി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് കുറച്ച് ചോളം പിന്നെ ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഉണ്ടായിരുന്നല്ലോ, മസാലയൊക്കെ തേച്ച് അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് നല്ല സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന എവിടെയെങ്കിലും പോകണമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ സ്ഥലത്തേക്കാണ് പിന്നെ ഞങ്ങളെ കൊണ്ടുപോയത്, ശരത്തേട്ടനും ചഞ്ചും കൂടെ. നമ്മളെവിടെയല്ലേ? ഇവിടെ സ്ട്രീറ്റ് ഫുഡ് അല്ലേ? ഞാനും അതാണ് ചോദിച്ചോണ്ടിരിക്കുന്നത് ഇവരോട്. അതെല്ലാം കണ്ടു വന്നിട്ട് ഇറങ്ങി വാ ഉഷാറായിട്ട്. പാനിപ്പൂരി കഴിക്കണ്ടേ? പാനിപ്പൂരി പാവ് ബജി ഒക്കെ കഴിക്കണ്ടേ? ഇവിടെ വെറൈറ്റി ആണ് ഇത്ര പാനിപ്പൂരി ഒക്കെ.
5 ഫ്ലേവർ ഇറങ്ങി വന്നാല് വാ. സൂപ്പർ. ബാംഗ്ലൂർ വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നല്ല പാവ് ബജി പാനിപൂരിയൊക്കെ കിട്ടുന്ന സ്ഥലത്ത് പോകണം, കഴിക്കണം എന്നൊക്കെ. അതും നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് പോയി കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലൊരു സ്ഥലത്തേക്ക് തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ചഞ്ചു ശരത്തേട്ടനും കൂടെ. 5 തരം നമ്മൾ സാധാരണ ഒരു ലിക്വിഡ് ഒരു വെള്ളമല്ലേ ഉണ്ടാകുന്നത്. ഇത് 5 തരത്തിലുള്ളത്, 5 തരത്തിലുള്ള ലിക്വിഡ് ഉണ്ടാകുന്നത്. ഡിഫറെന്റ് ടേസ്റ്റ് ആണല്ല. അത് കുറച്ച് നമുക്കൊരു അതെ 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 അത് ഞങ്ങൾ പ്രത്യേകം നല്ല വൃത്തിയുണ്ട് കേട്ടോ. ബാംഗ്ലൂർ എന്നൊക്കെ പറയുമ്പോൾ നോക്ക് നല്ല വൃത്തിയുള്ള നല്ല അടിപൊളി സ്ഥലത്തേക്കാണ് നമ്മളവരെ കൊണ്ടുവന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് പാനിപ്പൂരി കഴിച്ചു. നമുക്ക് എല്ലാവർക്കും ഓരോ പ്ലേറ്റ് തരും ഫസ്റ്റ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അത് അതിലേക്ക് ഇട്ട് തരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ പ്ലേറ്റും പിടിച്ച് അവിടെ നിന്നിട്ട് അത് കഴിക്കണം കേട്ടോ. നമുക്ക് ഇവിടുത്തെ പോലെ ഇങ്ങനെ 6 വെച്ചൊരു പ്ലേറ്റ് സെറ്റ് ചെയ്ത് തരല്ല ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് ഇതുപോലെയായിരുന്നു. ഒരു പ്ലേറ്റ് തന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഓരോന്ന് കഴിക്കുന്നതിനനുസരിച്ച് ഇട്ട് തന്നുകൊണ്ടിരിക്കും. മാളൂട്ടിക്കും ഇഷ്ടമായി പാനിപ്പൂരി. അങ്ങനെ പാനിപ്പൂരിയൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഒരു പൂ തരാമോ, ബനാനെ ഒരു കായ് തരാമോ. നമ്മളങ്ങനെ ബാംഗ്ലൂർ തെരുവുകളിലൂടെ നടക്കുകയാണ്. മന്ദം നടക്കുകയാണ്. എന്നെ കാണുന്നില്ല, എന്റെ അത്രേ ഉള്ളൂ. അതെ, ഞാനിങ്ങനെ പിടിക്കുമ്പോ നീ പിടിക്കേ. പാനിപ്പൂരി ഉണ്ട്. അവര് പാനിപ്പൂരി തന്നപ്പോ വേണമെന്ന് കച്ചവടം മിസ്സായി. ഞങ്ങള് പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ആർക്കറിയാം, മൈക്കുള്ളൂ ഒന്നുമില്ല. അപ്പൊ ഓക്കെ കേൾക്കുന്നില്ല, ഞാൻ ഇതെല്ലാം വോയിസ് ഓവർ ചെയ്യാം. നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ രാത്രി അതിലേ നടക്കാനായിട്ട്. നമ്മൾ കുറേ എൻജോയ് ചെയ്ത്, നമ്മളൊരിക്കലും തിരക്ക് കൂട്ടി നടന്നു പോകരുത്. കാരണം നമ്മൾ അവിടെയൊക്കെ എൻജോയ് ചെയ്ത് എല്ലാവരും സംസാരിച്ച് അങ്ങനെയൊക്കെ നടക്കണം. അങ്ങനെ കുട്ടികളും ഒരുപാട് അതൊക്കെ എൻജോയ് ചെയ്തു. ഞങ്ങൾ നടക്കുന്ന സമയത്ത് അരിനെല്ലിക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ വിൽക്കാൻ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു സൈഷേട്ടൻ. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഡോൾസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിവർ ഗേൾസിന് 3 പേർക്ക് ഓരോന്ന് വാങ്ങിച്ചു കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ പാവ് ബജി കഴിച്ചു. പാവ് ബജീൻ്റെ നല്ല ഷോപ്പ് കണ്ടപ്പോൾ അവിടുന്ന് പാവ് ബജി കഴിച്ചു. പിന്നെ കുട്ടികളൊക്കെ ഐസ്ക്രീം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഇന്ന് നിങ്ങൾ കരുതണ്ട, കാരണം ഞങ്ങൾ പിന്നെയും ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവർക്ക് വിശപ്പ് മാറുന്നില്ലേന്ന്. പക്ഷേ നമ്മൾ സ്ട്രീറ്റ് ഫുഡൊക്കെ ലൈറ്റായിട്ട് കഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഹോട്ടലിൽ കയറിയിട്ട് എല്ലാവരും ഓരോ ഷവർമയാണ് കഴിച്ചിട്ടുള്ളത്. 3 ഡോൾസിനെ കിട്ടിയതിൻ്റെ ശേഷം പിന്നെ കുട്ടികൾ 3 ആളും അത് വെച്ചിട്ട് കളിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ഷവർമ കഴിക്കുന്നത്. ഷാൻ എന്താ കഴിക്കുന്ന? ഷവർമ. ഞാൻ പ്ലേറ്റ്, അവള് റോള്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. മാളൂട്ടീൻ്റെ നെയിലിൻ്റെ സെറ്റ് വീട്ടിൽ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ചഞ്ചു അത് എടുത്ത് കൊടുത്തത്. അപ്പോൾ ആൾ ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ടോ. അത് കിട്ടിയപ്പോൾ തൊട്ട് മാളൂട്ടി ദുർഗേനെയും കനീനെയും ഒക്കെ ഇരുത്തി അവർക്ക് നെയിൽ ചെയ്ത് കൊടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കുറച്ച് നേരം അന്താക്ഷരിയൊക്കെ കളിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആർക്കും വലിയ തെളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞങ്ങൾ തിരിച്ചു വരികയാണ് ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ രാവിലെ എല്ലാവരും എഴുന്നേറ്റ് ചഞ്ചു നല്ല പുട്ടും കടലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മുടെ ബാംഗ്ലൂരിലത്തെ 3ാമത്തെ ദിവസമാണ് അല്ലേ. ഈ കഴിഞ്ഞ 2 ദിവസവും ഹാപ്പി ആയിരുന്നു. പക്ഷെ ഈ 3ാമത്തെ ദിവസം എല്ലാവരും സൈലന്റ് ആണ്. പ്രത്യേകിച്ച് ഈ കുട്ടീസിനെ നോക്കിയാൽ മതി. എല്ലാരും മുളക്ക് ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. കുട്ടീസ് മാത്രമല്ല എല്ലാവരും. വേറൊന്നല്ല, എന്താണ് സൈലന്റിന്റെ കാരണം? നമ്മള് തൽക്കാലം ബാംഗ്ലൂരിനോട് ഇവരോട് ടാറ്റ പറഞ്ഞ് നമ്മൾ ഷോർട്ട് ബ്രേക്ക് അല്ലേ, ഒരു ഷോർട്ട് ബ്രേക്ക്. ഇനി ഇവര് കണ്ണൂർ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ കണ്ണൂര് കാണാന്നുള്ളൊരു സമാധാനത്തിലാണ് പോകുന്നത്. എന്നിട്ട് ഇവര് 2 ആളും കൂടി എറണാകുളത്തേക്ക് വരും. അതെ, വേറെ സമാധാനം കൂടി ഉണ്ട് നമുക്ക്. കാരണം എന്താണെന്നറിയാമോ, ഇവര് നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ട് ഞങ്ങള് പിന്നെ ഒരു 2 ഫാമിലി ഉണ്ട്. നിങ്ങൾ ഒറ്റക്കായി, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻ കൂടുതലായിരിക്കും. നാളെ ഉണ്ടാവും, നാളെ രാവിലെ
നാളെ ഇവരിപ്പോ ഇന്ന് നമ്മളോടൊപ്പം കണ്ണൂര് വന്നിട്ട് നാളെയൊക്കെ നോക്കിയിട്ട് പോകുള്ളൂ വരും. ചിലപ്പോ മറ്റന്നേരം പോകും. അത് വേണ്ട. അപ്പോ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ വരുന്നത്. ഞാൻ പണ്ടെപ്പോഴും വന്നത് പേരിന് വന്നതല്ലാതെ ബാംഗ്ലൂർ വന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആദ്യമായിട്ട് തന്നെ പറയാം, ബാംഗ്ലൂർ വന്നിട്ട് ബാംഗ്ലൂർ എൻജോയ് ചെയ്യുന്ന റിയൽ ബാംഗ്ലൂർ കാണുന്നത് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഒരു സ്ഥലം പോലും നമ്മൾ അവിടെ പോകണ്ടായിരുന്നു, അങ്ങനെ തോന്നി. അതെ, അതിനിതാ നമ്മളെ ശരത്തേട്ടനോട് നന്ദി പറയുന്നു. അതുവരെ മൃഗങ്ങളെ കാണാൻ പോയപ്പോ നമ്മള് അതെ, ഓടിച്ചെത്തിച്ച്. അതെ, അഞ്ചാണ് ഓടിപ്പോയത് കേട്ടോ. ശരത്തേട്ടൻ എത്തിച്ച്. ഇവരെ ടീമായി കൂടിയാ പിന്നെ ഉണ്ടല്ലോ ഈ കിഡ്സ് എല്ലാം, നമ്മള് വേറെ വൈകി ഇവര് വേറെ വൈകി. അതെ, ഭയങ്കര രസമാണ്. അപ്പൊ എന്തായാലും മിസ് ചെയ്യുന്നു, ഒരുപാട് സങ്കടമുണ്ട്. അഭിനയിക്കാൻ പറഞ്ഞ ജീവിച്ചു. അതെ. ലവ് യു ലവ് യു ലവ് യു എത്തേട്ടാ മക്കളെ. ടാറ്റ. ഡൊഗോ എന്തോ എല്ലാരും ടാറ്റെല്ലാം കൊടുക്ക്. മളുസേ ഇവിടെ വിഷമത്തിലാണ്. ഇവിടെ അവിടെ കൊടുക്കില്ല. ഓവർ ഉമ്മയൊന്നും കൊടുക്കണ്ട, പിന്നെ സീനാവും. ഇല്ല, ഇവിടെ എന്റെ ലിപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതെന്തിനാ ക്യാമറ ഞാനിപ്പോ ഓഫ് ആക്കുമ്പോ എല്ലാരും കൂട്ടക്കാരത്തിലായിരിക്കും. ഇതിനൊക്കെ കണ്ണെന്ന് അറിഞ്ഞിട്ടുണ്ട്. നമ്മക്ക് പിന്നെ ആ ഷോയില് പോയിട്ടേ കിട്ടിയെന്ന് പറഞ്ഞതാ ഇങ്ങനത്തെ ഓരോരുത്തരെ. അതെ, കേരളത്തിൽ എവിടെ പോയാലും ആൾക്കാരുണ്ട്. ഇപ്പൊ ബാംഗ്ലൂർ ആയി നമുക്ക് അല്ലേ? അതെ, ഔട്ട് ഓഫ് സ്റ്റേറ്റ്. അപ്പൊ എന്തായാലും പറഞ്ഞു നീട്ടുന്നില്ല, സമയം 11:30 10 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണൂർ എത്തേണ്ടതാണ്. പോവാം. യാത്ര വെച്ചൊരു സീന. അതെ അതെ, യാത്ര പറഞ്ഞു പോകണല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. യാത്ര പറച്ചിൽ ഒരുപാട് നേരം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ആർക്കും യാത്ര പറഞ്ഞിട്ട് മതിയാവുന്നില്ല. കുട്ടികൾ ഒരു സൈഡിൽ യാത്ര പറയുന്നു, ഞങ്ങളൊരു സൈഡിൽ യാത്ര പറയുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര പറയാൻ തന്നെ കുറേ സമയമെടുത്തു. അങ്ങനെ ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് എല്ലാവരോടും പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. ഞങ്ങൾ നേരെ കണ്ണൂരിലേക്കാണ് വന്നത്, സജീഷേട്ടൻ്റെയും നിഖിൻ്റെയും കൂടെ. എന്നിട്ട് അവിടെ ഒരു ദിവസം നിന്നിട്ടാണ് തിരിച്ച് എറണാകുളത്തേക്ക് പോകുന്നത്. ഒരെണ്ണം നികിക്ക്, രണ്ടെണ്ണം അവർക്ക് രണ്ടാക്കും. ആർക്ക്? അത് കാണിച്ചു കൊടുക്കാലോ നമുക്ക്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ ആകെയുള്ളൊരു വിഷമാണ് കേട്ടോ നമ്മൾ തിരിച്ചു വരുന്ന ആ ഒരു സമയം. അപ്പോൾ ഏതായാലും ഞങ്ങളുടെ ഈ ഒരു ബാംഗ്ലൂർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മുടെ പുതിയ വീഡിയോസ് ആയിട്ട് ഇനി വരുന്നത് വരെ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ലോഗ്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. FBയിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ.